ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നിധി സുധീഷിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പക്ഷെ എല്ലാം നേരെ തിരിച്ചായി. ഞാൻ ആ കല്യാണം നടക്കാതിരിക്കാനാണ് ഇയാളെ ബുദ്ധിമുട്ടിച്ചത്. പക്ഷെ ഇവരെയൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? എനിക്ക് ആരോട് സംസാരിക്കാൻ പോലും ഒരു അവസരം കിട്ടുന്നില്ല. എല്ലാം അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സുധീഷ് സംശയത്തോടെ നിധിയെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിധി പറയും, സുധീഷ് പോയിക്കോളൂ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, മനസ്സിലായില്ല. ഇവിടെ നിന്നാൽ സുധീഷിന്റെ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ, അതുകൊണ്ട് അധികം നിൽക്കാതെ പൊയ്ക്കോളൂ എന്ന് പറയാണ്. ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് ഞാൻ നോക്കിക്കോളാം എന്ന് നിധി പറയുമ്പോൾ നമ്മുടെ സുധീഷ് പറയും, ഞാനേ പുറത്തെവിടെങ്കിലും താമസിച്ചോളാം. വേണ്ടനേ, ഇവിടെ നിന്നിട്ട് ഇപ്പൊ എന്തിനാ, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയാണ് വീണ്ടും നിധി. അപ്പോ നമ്മുടെ സുധീഷ് തലയും താഴ്ത്തി ഇങ്ങനെ നിൽക്കൂട്ടോ. അപ്പൊ അത് കാണുമ്പോൾ നമ്മുടെ നിധി കയ്യിലെ വളയൂരി സുധീഷിന് കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, ഇതെടുത്തോളൂ, ഞാൻ കാരണം കുറെ ബുദ്ധിമുട്ടിയതല്ലേ ഇയാള്, ഇതെടുത്തോളൂ. അപ്പൊ സുധീഷ് ചോദിക്കും, ഇത്രേ ഉള്ളൂല്ലേ, മനസ്സിലായില്ല. അല്ല, എന്നോട് പോകാൻ വേണ്ടി പറഞ്ഞല്ലോ. അതെ, ഇവിടെ താമസിച്ച അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണോ നീ തിരുവനന്തപുരത്തേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ നീതി പറയും, അറിഞ്ഞൂടാ, എൻ്റെ വീട്ടുകാർ ഇത്രത്തോളം കഷ്ടപ്പെടുമ്പോൾ ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ ശരിയാവത്തില്ലല്ലോ. വീണ്ടും നമ്മുടെ നിധി വളയങ്ങ് നീട്ടാണ്. ഇത് വെച്ചോളൂ. ഏയ്, അതൊന്നും വേണ്ട, പണമൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയാൻ കേട്ടോ സുധീഷ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇയാള് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ സ്വർണ്ണ അഴിച്ചു കൊണ്ടുപോവാൻ ഞാനെന്താ കൊള്ളക്കാരനാണോ? എനിക്ക് വേണ്ടി ഇയാൾ ഒരുപാട് ബുദ്ധിമുട്ടിയതല്ലേ, ഒരുപാട് കാശും ചെലവായി എന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷ് പറയും, എടോ, കോടിക്കണക്കിന് പൈസ ഒന്നും ചെലവായിട്ടില്ലല്ലോ, ഈ വണ്ടിക്ക് ഡീസൽ അടിച്ച ക്യാഷ് മാത്രമല്ലേ ആയിട്ടുള്ളൂ എന്ന് ചോദിക്കുകയാണ്. നിധി, തൽക്കാലം നീ ആ വള കയ്യിലിട്, ഞാൻ വാങ്ങിച്ചോളാം. അതുപോലെ എന്ന് ചോദിക്കുമ്പോൾ വള വേഗം കയ്യിലിടുകയാണ് കേട്ടോ നിധി. എന്നിട്ട് സങ്കടത്തോടെ നമ്മുടെ സുധീഷ് ചോദിക്കും, ആദ്യം ഇനിയുള്ള പ്ലാൻ എന്താന്ന് നീ പറ എന്ന് പറയുമ്പോൾ നിധി പറയും, ആദ്യം അച്ഛനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം, എന്നിട്ട് പറയണം ഈ കല്യാണം ഫേക്ക് ആയിരുന്നു എന്ന്, ഞാനും താനും അങ്ങനെ ഒരു ബന്ധം ഇല്ല എന്നും അച്ഛനെ പറഞ്ഞ് എനിക്ക് ബോധ്യപ്പെടുത്തണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സുധീഷിനാകെ സങ്കടം ആവുകയാണ്. സൂര്യയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രമാണ് വീട് വിട്ടു പോയതെന്നും പറയണം എന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷ് ചോദിക്കും, അതൊക്കെ കഴിഞ്ഞ് താൻ ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് പോവാണോ? അപ്പോൾ ഇയാളുടെ പഠിപ്പ് ലക്ഷ്യങ്ങളൊക്കെ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എൻ്റെ മാത്രം കാര്യമല്ലേ, അത് മാത്രം വിചാരിച്ചിരുന്നാൽ നടക്കത്തില്ലല്ലോ, എൻ്റെ വീട്ടുകാരിങ്ങനെ കഷ്ടപ്പെടുമ്പോൾ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ അമ്മയും അച്ഛനും ചേട്ടനും ഒന്നും ഇനി വിഷമിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷ് പറയും, അപ്പോൾ ശരിക്കും നമ്മളിനി കാണില്ലല്ലേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയായി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും സുധീഷിനെ കാണാൻ വേണ്ടിയിട്ട് വരും, എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ആളല്ലേ എന്നൊക്കെ അങ്ങ് ചോദിക്കുമ്പോഴേക്കും സുധീഷിന്റെ കണ്ണിൽ വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുക കേട്ടോ. സുധീഷിന്റെ വീട്ടിലേക്കും ഞാൻ വരും, ഒരു ദിവസമാണെങ്കിലും സുധീഷിന്റെ ചേട്ടനും അനിയന്മാരൊക്കെ എന്നെ നോക്കിയതല്ലേ, അവരോടൊക്കെ താങ്ക്സ് പറയണം, പിന്നെ ഈ നടന്ന കല്യാണമൊക്കെ ഫേക്കായിരുന്നു എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ സുധീഷ് നിധിയെ തന്നെ നോക്കുക കേട്ടോ. അവരെയൊക്കെ അറിയാതെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു കാരണം ഉണ്ടാവും എന്ന് വിശ്വസിച്ച് നമ്മൾ അംഗീകരിച്ചവരല്ലേ അവര്. അത് സ്നേഹമുള്ളടത്തേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു വീട്ടിൽ ജനിക്കാൻ തന്നെ ഒരു ഭാഗ്യം വേണം എന്ന് നിധി പറയുമ്പോൾ നമ്മുടെ സുധീഷിന് അത് സന്തോഷമാവാണ്. അപ്പോൾ സുധീഷിന് സങ്കടം വന്ന് കണ്ണ് നിറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ പറയുന്നത്. ആദ്യമായിട്ടാ എൻ്റെ വീടിനെയും വീട്ടുകാരെയും കുറിച്ച് നല്ലത് പറയുന്നത് ഒരാള്. പക്ഷെ പറഞ്ഞ ടൈം തെറ്റായിപ്പോയി, അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നിധി ചോദിക്കും, മനസ്സിലായില്ല. എന്നിട്ട് ചോദിക്കും, അപ്പോൾ ഞാനിനി തിരിച്ച് ഒറ്റയ്ക്ക് വീട്ടിൽ പോകണം അല്ലേ എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ നിധി സുധീഷിന്റെ കൈ അങ്ങ് പിടിക്കുകയാണേ. ഇയാളെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല, എനിക്ക് വേണ്ടി ഒരുപാട് അടിയിടിയൊക്കെ കൊണ്ടവരല്ലേ, ഒരുപാട് കഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇയാളെ മറക്കത്തില്ല, ഇയാൾക്ക് നല്ലതേ വരൂ എന്ന് പറഞ്ഞിട്ട് കൈ അങ്ങ് വിടുട്ടോ. ആ കൈയും നോക്കി നിൽക്കുകയാണ് നമ്മുടെ സുധീഷ്. ഇയാൾ പൊക്കോ, എല്ലാം ശരിയാവുമ്പോൾ ഞാൻ വിളിക്കാട്ടോ, അന്നൊരു പക്ഷേ എൻ്റെ അച്ഛനും എൻ്റെ കൂടെ കണ്ടേക്കാം, എങ്കിൽ ശരി എന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷും തലയാട്ടാണ്. അതിനുശേഷം നിധി അങ്ങ് പോവും. കുറച്ച് ദൂരം ചെല്ലുമ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരും കേട്ടോ. എന്നിട്ട് ഓടിച്ചെന്ന് നമ്മുടെ സുധീഷിനെ അങ്ങ് കെട്ടിപ്പിടിക്കുക. എന്നിട്ട് പറയും, എൻ്റെ ജീവിതത്തിൽ കുറച്ചു കാലം ഇയാൾ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ എന്താണൊരു റിയൽ ഫ്രണ്ട് എന്ന് ഇയാൾ കാണിച്ചു തന്നു. ഫ്രണ്ടല്ല, അതിലും മേലെയെന്ന് പറഞ്ഞിട്ട് ബൈ പറഞ്ഞ് നമ്മുടെ നിധി അങ്ങ് പോവാണ്. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് ആകെ തകർന്ന് തരിപ്പണാവാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.